എൻ്റെ കൃഷിത്തോട്ടം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് എൻ്റെ തക്കാളിയുടെ വിളവെടുക്കുമായിരുന്നു. ഒരു 10 മൂട് തക്കാളിയിൽ നിന്ന് ഇത്രയും ഏകദേശം കിട്ടി. അതിൻ്റെ കാലാവധി കഴിയാറായി. ഇനി അതിൽ കുറച്ചൊക്കെ നിൽപ്പുള്ളൂ തക്കാളി. ഓൾറെഡി അതിൻ്റെ കാലാവധി കഴിയാറായി. അപ്പം ഞാൻ ഇന്ന് വിളവെടുത്തപ്പോൾ ഞാൻ വിചാരിച്ചു അതിൻ്റെ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇത് എൻ്റെ തക്കാളി കൃഷിയാണ്. അതുകൊണ്ട് ഏകദേശം ഇതിൻ്റെ സമയം കഴിഞ്ഞു. ഞാൻ ഫ്രാൻസിസ്ക കൊല്ലത്ത് മയനാട് എന്ന സ്ഥലത്ത് താമസിക്കുന്നു. ഇത് ഏകദേശം 2 കിലോയോളം ഉണ്ട്. ഞാൻ കൊടുക്കാനായിട്ട് എടുത്തതാണ്. അപ്പോഴാണ് ഒരു വീഡിയോ എടുത്തേക്കാമെന്ന് വിചാരിച്ചു. തക്കാളിക്ക് നമ്മൾ എല്ലാ ചെടികളുടെയും പോലെ നമ്മൾ നല്ല വിത്ത് തിരഞ്ഞെടുക്കുക, അത് സ്യൂഡോമോണസിൽ മുക്കി 2 മണിക്കൂർ വയ്ക്കുക. എന്നിട്ട് നല്ല തടം നമ്മൾ ഗ്രോ ബാഗിലോ നിലത്തോ എവിടെയാണെന്ന് വെച്ചാൽ അത് നമ്മൾ നേരത്തെ തന്നെ അതിൻ്റെ കുമ്മായം വിതറി റെഡിയാക്കി ഇടണം. എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, ചാണകം എല്ലാം ഇട്ട് മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ച ഗ്രോ ബാഗിലേക്കോ തറയിലേക്കോ നമ്മൾ ഈ തക്കാളിയുടെ വിത്ത് നടുന്നു. അത് കഴിഞ്ഞിട്ട് 4 പരുവാകുമ്പം വീണ്ടും നമ്മൾ വളങ്ങൾ ചേർക്കുന്നു. അതിന് പൊങ്ങി വരാൻ തുടങ്ങുമ്പോൾ തന്നെ അതിന് താങ്ങ് കൊടുക്കണം. അല്ലെങ്കിൽ തക്കാളി വീണു പോകും. എന്ന് വെച്ചാൽ അതിൻ്റെ തണ്ടിനൊട്ടും കട്ടിയില്ലാത്തത് കൊണ്ട് അത് വീണു പോകാൻ സാധ്യതയുണ്ട്. അത് നല്ല ഉറപ്പായ ഇതുപോലെയുള്ള ഒരു കമ്പൊക്കെ വെച്ച് കെട്ടിക്കൊടുക്കണം. എന്നാലേ തക്കാളി കിട്ടുകയുള്ളൂ. പിന്നെ നമ്മൾ തക്കാളി കൊണ്ട് ചട്നി ഉണ്ടാക്കാറുണ്ട്. ഒത്തിരി കാര്യങ്ങൾ നമ്മൾ തക്കാളി സൂപ്പ് ഉണ്ടാക്കാറുണ്ട്. കോഴിയിലും എല്ലാത്തിലും ചേർക്കാറുണ്ട്. ഒത്തിരി നല്ല സ്വാദിഷ്ടമായ സാലഡ് ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ തക്കാളി കൊണ്ട് ഒത്തിരി പ്രയോജനവുമുണ്ട്. അപ്പം നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് വിഷമില്ലാത്ത തക്കാളി നമുക്ക് ഉണ്ടാക്കിയെടുക്കാമല്ലോ. അതല്ലേ എന്ന് വെച്ചാൽ വെറുതെ നമ്മളധികം എല്ലാ ദിവസവും വെള്ളം ഒഴിക്കണം, നല്ല വെയിലൊക്കെ ഉള്ളിടത്ത് വെക്കണം. അതൊക്കെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറേയൊക്കെ തക്കാളി നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം തീർച്ചയായിട്ടും. പിന്നെ വാട്ടരോഗമൊക്കെ ഉണ്ടാകാറുണ്ട്. വെള്ളീച്ചയുടെ അസുഖം ഉണ്ടാകുന്നതിന് വെർട്ടിസീലിയം 1 ലിറ്റർ വെള്ളത്തിൽ 20 grams മിക്സ് ചെയ്ത് അതിന് ഇട്ട് കൊടുക്കണം. സ്പ്രേ ചെയ്ത് കൊടുക്കണം. എന്നാലേ അത് വെള്ളീച്ചയുടെ ശല്യമില്ലാതെ നന്നായിട്ട് വളരുകയുള്ളൂ. കൂടാതെ അതിൻ്റെ വാട്ടരോഗത്തിന് കുമ്മായം ചോട്ടിൽ ചെയ്യരുത്, ഇത്തിരി അകലെ ചെയ്യണം. കുമ്മായം ശകലം ഇട്ട് മണ്ണിട്ട് മൂടുക. അങ്ങനെ പിന്നെ നമുക്ക് കീടങ്ങളുടെ ശല്യത്തിന് നമുക്ക് ഈ അതിൻ്റെ പേര് കടല പിണ്ണാക്ക് പുളിപ്പിച്ച് നല്ല നേർപ്പിച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അങ്ങനെ ഒരു പിന്നെ നീം ഓയിൽ മീൻസ് നമ്മുടെ അതിന് പറയുന്നത് കീടശല്യത്തിന് ഉപയോഗിക്കുന്നതാണ് നീം ഓയിൽ. അതും തളിച്ചു കൊടുക്കുകയാണെങ്കിൽ കഞ്ഞിവെള്ളത്തിലോ കഞ്ഞിവെള്ളം തളിക്കാൻ ചാമ്പലിട്ട് അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. എളുപ്പമുള്ള വീട്ടിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ചെയ്ത് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ തക്കാളിയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എന്ന് വെച്ചാൽ പച്ചമുളകൊക്കെ നിൽക്കുന്ന കണ്ടില്ലേ, ഒത്തിരി ഇതായിട്ട് നമ്മൾ അടുക്കളയിൽ കുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് പയ്യെ പോയി അവിടെ നിന്ന് പറിച്ചുകൊണ്ട് വന്നാൽ മതി. അപ്പോൾ ഇത് കാണുമ്പോൾ മനസ്സിന് ഒത്തിരി സന്തോഷം തോന്നുന്നുണ്ട്. നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുത്ത തക്കാളിയാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീണ്ടും ഒരു പുതിയ വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ മൊബൈൽ നമ്പർ 8547577169. സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബേഴ്സ് കുറവാണ്. എനിക്ക് 410 പേരേ ഉള്ളൂ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട്
പ്രോത്സാഹനം തരണം. തന്നില്ലെങ്കിൽ ഞാൻ ചെയ്യും. എന്നാലും അതൊക്കെ ഒരു പിന്നെ രസമല്ലേ, ഒരു സന്തോഷമല്ലേ. അതുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓക്കെ, ബായ്.